കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിൽ നാം ഒരുമിച്ച് വലിയവനായ നമ്മുടെ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ കർത്താവിൻ്റെ ദാസൻ ജിനോയ് പാസ്റ്റർ കുടുംബമായിട്ട് വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവരിവിടെ ഉണ്ട്. അവർ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ വടക്കേ ഇന്ത്യയിൽ ആയിരിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് തുടർന്നുള്ള സമയം താൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സാക്ഷ്യത്തിൽ നിന്നും നമ്മെ ശുശ്രൂഷിക്കും. കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ആരാധനയ്ക്ക് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ചേർന്ന് ദൈവസഭയോടും ദൈവമക്കളോടും പ്രത്യേകിച്ച് സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങളോടും ചേർന്ന് ഈ വിശുദ്ധ പകലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് കഴിഞ്ഞ ആഴ്ചയിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സഭയോട് ചേർന്ന് ആരാധിപ്പാൻ ദൈവം അവസരം നൽകി തന്നു. ഇന്ന് ഈ പകലിലും തിരുവചനത്തിൻ്റെ അല്പനിമിഷം അല്ലെങ്കിൽ സന്ദേശത്തിന് അല്പനിമിഷം വേർതിരിച്ച് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മതി. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ വാക്കുകൾ 12-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങളിൽ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മർക്കോസ് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ലൂക്കോസും താൻ എഴുതി വച്ചിട്ടുണ്ട് ഇതേ അവസ്ഥകൾ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വാക്കുകൾ. യേശു കർത്താവ് പല തരത്തിലാണ് ശുശ്രൂഷിച്ചിട്ടുള്ളത്. ഉപമകൾ കൊണ്ട് ജനത്തോട് സംസാരിച്ചിട്ടുണ്ട്. പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. കഥകൾ പറഞ്ഞ് യേശു കർത്താവ് ജനത്തോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് കഥയുമല്ല, ഉപമയുമല്ല, ഒരു സംഭവമാണ്, അല്ലേ? ഇവിടെ യേശു കർത്താവ് തൻ്റെ മുൻപിൽ സംഭവിച്ചതായ ഒരു കാര്യത്തെ ജനത്തോട് വിളിച്ചു പറയുന്ന ഒരു ഭാഗം. മർക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വേദഭാഗത്തിൽ യേശു കർത്താവ് അവിടെ വിളിച്ചു പറഞ്ഞതായ വാക്കുകൾ ഇങ്ങനെയാണ്. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെ നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് ഒരുവന്റെ സ്തോത്ര കാഴ്ചയെ എന്ത് ചെയ്തു? നോക്കി. അല്ലേ? കർത്താവിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ തൻ്റെ വിശ്വാസികൾ അല്ലെങ്കിൽ തന്നെ ആരാധിക്കുവാൻ കടന്നു വരുന്ന ദൈവജനം എന്താണ് ആ പാത്രത്തിനകത്ത് ഇടുന്നതെന്ന് കർത്താവ് ശ്രദ്ധിച്ചു. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഭാഗം എഴുതിയിരിക്കുന്നത്. അതിന് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്ത്രീ എന്ത് ചെയ്തു? ആ വിധവയായ ദരിദ്രയായ സ്ത്രീ ഒരു 2 കാശ് എടുത്ത് ആ പെട്ടിക്കകത്തങ്ങിട്ട്. പെട്ടിയിൽ വീണ കാശിൻ്റെ ശബ്ദം കേട്ടിട്ടല്ല കർത്താവ് പറഞ്ഞത്, അല്ലേ? ഈ വഞ്ചിപ്പെട്ടിയൊക്കെ നമുക്കറിയാം. നമ്മുടെ പള്ളിയിലൊക്കെ ഓർത്തഡോക്സ് മറ്റു പള്ളികളിലൊക്കെ ഇരിക്കും. നമുക്കിവിടെ വഞ്ചിപ്പെട്ടിയില്ല, പാത്രത്തിൽ മേടിച്ചെങ്കിൽ കൊണ്ടുവരിക. വഞ്ചിപ്പെട്ടിയിൽ പൈസ വീഴുമ്പോൾ ഈ വിദഗ്ധന്മാർക്ക് പറയുവാൻ സാധിക്കും ഇത് എത്ര നാണയമാണ് വീണതെന്ന്. അത് 10 ആണോ 5 ആണോ 1 ആണോ 2 ആണോ 50 പൈസയാണോ എന്ന് വരെ വിദഗ്ധന്മാർ പറയും. കാരണം അവർ ഡെയിലി ഇട്ട് കേട്ട് പരിചയമുണ്ട്, ഇല്ലേ? അപ്പോൾ ഇവിടെ കർത്താവ് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ സ്ത്രീ ആ പെട്ടിയിലേക്ക് പൈസ ഇട്ടപ്പോൾ, കാശിട്ടപ്പോൾ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞ ഒരു അനുഭവം.
നമ്മളൊക്കെ ആണെങ്കിൽ അയ്യേ എന്തൊരു നാണക്കേടെന്ന് നമ്മൾ വേഗത്തിൽ പറയും. കാരണം ഞാനിട്ടത് ഇവിടെ ആരും കാണരുതെന്ന് ചുരുട്ടി കൂട്ടി അതിനകത്ത് ഇടുന്ന ടീമാണ് അല്ലേ. പലപ്പോഴും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഇടുന്ന പൈസ നേരത്തെ കിടന്ന പൈസ അടിയിലോട്ട് കയറ്റിയിടും. കാരണം എൻ്റെ പൈസ ഏതാണ് ആരും അറിയരുത്. അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ പൈസ ഇട്ട് സ്തോത്രകാഴ്ച അർപ്പിക്കുന്ന പലരും നമ്മളിലുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ മഹാരാഷ്ട്ര കയറിയ സമയത്ത് ഒരു ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്തോത്രാഴ്ച ഒരു 5 രൂപ. ഞാൻ പൈസയെക്കുറിച്ച് ഒരിക്കലും ചെറുപ്പം വലുപ്പം പറയത്തില്ല. ആ ഒരു 5 രൂപ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആ പൈസ ഒരു സ്ഥലത്തും എടുക്കത്തില്ലായിരുന്നു. ആ പരുവത്തിൽ കിട്ടിയ ഒരു പൈസയാണ്, ഒരു 5-ൻ്റെ നോട്ട്. അപ്പോൾ ആ പൈസ ഹല്ലേലൂയ അവരുടെ ഇല്ലായ്മയിൽ കൊണ്ടിട്ടതാകാം, അതോ ഇനി തിരിഞ്ഞു പറഞ്ഞു കൊണ്ട് ഇട്ടതാണോ, അതും എനിക്കറിയത്തില്ല. പക്ഷേ എന്തായിരുന്നാലും ദൈവസഭയിൽ ആരാധന സ്ഥലത്ത് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതമായതും ഏറ്റവും ഉത്തമമായതും കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ഒരു ആരാധനയിൽ കൊലപാതകം വരെ നടന്നത് ഇല്ലേ. ആദ്യ ആരാധന അല്ലെങ്കിൽ 2 സഹോദരന്മാർ ചേർന്ന് പഴയ പുസ്തകം വായിക്കുമ്പോൾ ചേട്ടനും അനിയനും ചേർന്ന് ആരാധിപ്പാൻ പോയി, യാഗം കഴിക്കുവാൻ പോയി. യാഗം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ മറ്റൊരു എന്ത് ചെയ്തു? തല്ലിക്കൊന്നു കളഞ്ഞു. കാരണം എന്താ? അവൻ്റെ ഇവന് ഇഷ്ടം തോന്നിയില്ല. ഹല്ലേലൂയ. ഒരുവന് മറ്റൊരുവനെ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു പക്ഷം അവിടെ വന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു കൊലപാതകത്തിലാണ് അവിടെ കാര്യങ്ങൾ അവസാനിച്ചത്. ഇവിടെ യേശു കർത്താവ് ഈ സ്ത്രീയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് ജനത്തോട് വിളിച്ചു പറയുകയാണ്, ഇവളാണ് ഏറ്റവും അധികം ഈ ആരാധന ആലയത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ പാത്രത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ പെട്ടിയിൽ ഏറ്റവും കൂടുതൽ ഇട്ടവൾ. ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ 4 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവ് വിളിച്ചു പറയുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, ധനവാന്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ധനവാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. 2, ഹല്ലേലൂയ ഇവിടെ യേശു കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി പറയുന്നുണ്ട്. ഹല്ലേലൂയ. സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് കർത്താവ് അവിടെ വിളിച്ചു പറയുകയാണ്. 3, ഹല്ലേലൂയ യേശു കർത്താവ് ഈ സ്ത്രീയുടെ ദാനം എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെറും സ്ത്രീയുടെ മാത്രമല്ല പറഞ്ഞത്, വിധവയായ അല്ലെങ്കിൽ ദരിദ്രയായ സ്ത്രീയുടെ കാര്യം മാത്രമല്ല യേശു കർത്താവ് പറയുന്നത്. മറ്റ് പലരും ഇട്ടതിനേക്കാൾ അല്ലേ, അങ്ങനല്ലേ വായിക്കുന്നത്, നിങ്ങൾ കൊടുത്തതിനേക്കാൾ ഏറിയത് അധികമായത് ഇവളിൽ ഹല്ലേലൂയ എന്ത് ചെയ്തു? ഇവൾ കൊടുപ്പാൻ ഇടയായി. അപ്പോൾ കർത്താവ് സകലരെയും എന്ത് ചെയ്തു? വാച്ച് ചെയ്തു അല്ലേ. ദൈവം എല്ലാവരും നോക്കി കാണുന്നുണ്ട്. ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ എപ്പോഴും ഹല്ലേലൂയ സഭയിൽ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് എന്ത് ചെയ്യുന്നു? നോക്കുന്നു. ആരെ നോക്കുന്നു? ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് അല്ലേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം എവിടെ നോക്കുന്നു? സ്വർഗത്തിൽ നോക്കുന്നു. അപ്പോൾ കർത്താവ് എപ്പോഴും നമ്മളെ ഓരോ സെക്കൻഡിലും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 139-ാം സങ്കീർത്തനം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോഴോട് പറയുന്നത് എന്താണ്? നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ നടപ്പ്, പോക്ക്, ഇരിപ്പ്, ഈ സകല കാര്യങ്ങളും A to Z, നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ പോലും അവൻ ദൂരത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ അറിയുന്ന ഒരു ദൈവം, ഞാൻ എന്ത് കൊടുത്തു, ഞാൻ എന്തു ചെയ്തു, ദൈവസഭയിൽ ഹല്ലേലൂയ നമ്മുടെ എണ്ണത്തിൻ്റെ വലിപ്പമല്ല അവിടെ കാര്യം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ, അതായത് നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ് ദൈവം അറിയുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം അറിയുന്നു. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് കർത്താവ് അറിയുന്നു. ദൈവം നമ്മളുമായി ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുകയാണ്. ഇവിടെ ഹല്ലേലൂയ യേശു കർത്താവ് ഈ സ്ത്രീയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ആ സ്ത്രീ ദൈവസന്നിധിയിൽ വന്നതിന് ശേഷമുള്ളൊരു ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. 42-ാമത്തെ വാക്യത്തിൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ധനവാന്മാർ പലരും വളരെ ഇട്ടു. ഹല്ലേലൂയ. ധനവാന്മാർ എന്ത് ചെയ്തു? വളരെ ഇട്ടു, ഒത്തിരി ഇട്ടു. പക്ഷേ ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവിൻ്റെ ഒരു മൈൻഡ്, അല്ലെങ്കിൽ കർത്താവ് അവിടെ വേറെ എത്രയോ ധനവാന്മാർ അവിടെ ഉണ്ട്. ധനവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്.
ധനവാന്മാർ എന്ത് ചെയ്തു? ഒത്തിരി കിട്ടവരാ, ദൈവസഭയ്ക്ക് വേണ്ടി ഒത്തിരി കൊടുത്തവരാ. പക്ഷെ കർത്താവ് അതൊന്നും നോക്കിയില്ല. ഒരു സ്ത്രീ, ദരിദ്രയായ ഒരു സ്ത്രീ, അപ്പോൾ അവിടെ പറയുന്നത് ദരിദ്രയായ വിധവ. അപ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദരിദ്ര എന്ന് പറയുമ്പോൾ അവൾക്ക് എന്തില്ല, ആ സ്ത്രീക്ക് എന്തില്ല, ഉടുക്കുവാനൊരു വസ്ത്രം പോലും മര്യാദയ്ക്ക് ഇല്ല. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് വന്ന വെള്ള ഷർട്ട് തേച്ച് അലക്കി മടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ഡ്രസ്സുകളെല്ലാം തേച്ച് മിനുക്കിയിടും. കാരണം എന്താണ്? നമുക്ക് സമൂഹത്തിലൊരു മാന്യത ഉണ്ടാവണം. ഈ സ്ഥാനത്ത് ഞാനിവിടെ ഈ ഷർട്ട് മൊത്തം ചള്ള പിടിപ്പിച്ച് അല്ലെങ്കിൽ മൊത്തം അഴുക്ക് പിടിപ്പിച്ച് ഇന്ന് സഭാരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും എന്നെ നോക്കും, ഇവൻ എന്തിനാടാ വന്നത്? ആരാധനയ്ക്ക് വന്നവനാണോ? അല്ലേ? മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ഒരുവൻ ആരാധന സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ വേഗത്തിൽ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ഇവൻ എന്തിനാണ് വന്നതെന്ന്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചിന്തകളിതാ. പക്ഷെ കർത്താവ് ആ വ്യക്തികളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെ വരുന്നവനെ പോലും കർത്താവ് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുകയാണ്. മനുഷ്യൻ എന്ത് ചെയ്യും? ഇവനെ മാറ്റി നിർത്തും. മനുഷ്യർ എപ്പോഴും അവരുടേതായ ആ ഒരു ലെവലിൽ നിൽക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നോക്കുന്നതും അല്ലെങ്കിൽ ദൈവം നോക്കുന്നതും രണ്ടും രണ്ട് കണ്ണാലാണ്, ഇല്ലേ? മനുഷ്യർ നോക്കുന്നതും ദൈവം നോക്കുന്നതും രണ്ടും രണ്ടായിട്ടാണ്. കർത്താവ് നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ തുല്യമായിട്ട് കർത്താവ് കാണുകയാണ്. 96 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് വരുന്നു. യഹോവ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ജാതികളെയും, ആ വാക്യം വായിച്ച് 96ന്റെ 13ാമത്തെ വാക്യം. ആ ആ ആ അവിടെ പറഞ്ഞു നോക്ക്, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അപ്പോൾ കർത്താവ് വരുമ്പോൾ എല്ലാവരും കർത്താവ് വിധിക്കുമ്പോൾ കർത്താവ് മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ മാനുഷികമായ രീതിയിലല്ല കർത്താവ് വിധിക്കുന്നത്, അല്ലേ? ഇവിടെയും ഈ ഭാഗം വായിക്കുമ്പോഴും കർത്താവ് ഈ സ്ത്രീയെ മറ്റുള്ളവർ താഴ്ത്തി കെട്ടുമ്പോൾ അല്ലെങ്കിൽ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ഈ സ്ത്രീയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലേ? വേറെ ഒരു മനുഷ്യൻ അവിടെ 100 കൊടുത്തു, 10 കൊടുത്തു, 1000 കൊടുത്തവൻ്റെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ ഏറ്റവും ഒടുക്കം അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് തൻ്റെ സമ്പത്തിൽ തനിക്കുള്ളത് മുഴുവൻ എന്ത് ചെയ്യുകയാണ്? സഭയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ദൈവാലയത്തിൽ കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ് ഈ സ്ത്രീ. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് അവളുടെ പേര് വലുതാക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെ വരുന്നു അത് കർത്താവ് അറിയുന്നുണ്ട്. ഈ ഭാഗം ഞാൻ അവിടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പഴയ മെസ്സേജ് ആണെങ്കിലും ഇത് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ അവിടെ സഭാരാധനയ്ക്ക് കർത്താവിൻ്റെ ആത്മാവ് ഒരു സൺഡേയിൽ എന്നോട് ഇങ്ങനെ, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അന്നത്തെ ദിവസം ഞാൻ ചെയ്തത്. ഒരു ആരാധനയ്ക്ക് എന്നോട് കർത്താവ് പറഞ്ഞു, സ്തോത്ര കാഴ്ച എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏറ്റവും അവസാനം ആശീർവാദം പ്രാർത്ഥനയ്ക്ക് മുൻപ് മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് പാട്ട് പാടി ഒരു സ്തോത്രാഴ്ച എടുക്കുന്ന പതിവാണ് എനിക്കുള്ളത്. അന്നത്തെ ആരാധനയിൽ കർത്താവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ഇവരുടെ സ്തോത്ര കാഴ്ചകളെല്ലാം അവർ കയ്യിൽ എടുക്കാൻ പറയാം. ഞാനങ്ങനെ അവരുടെയൊക്കെ കയ്യിൽ സ്തോത്രാഴ്ച പാത്രത്തിൽ ഇടുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, നമുക്കൊരുമിച്ച് ഇതിനൊരു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തും. പലരാണ്, എല്ലാവരും ധനികരല്ല, എല്ലാവരും ദരിദ്രരുമല്ല, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവരോട് ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ദൈവാത്മാവ് ഇന്ന് എന്നോട് അങ്ങനെ സംസാരിക്കുന്നു. സ്തോത്ര കാഴ്ച കയ്യിലെടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് നമുക്ക് അതിലേക്ക് ആ പാത്രത്തിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും അവരുടെ കരങ്ങളിലേക്ക് അവർ സ്തോത്രാഴ്ച എടുത്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയും കൂടെ പറഞ്ഞു, അത് 1 രൂപയായാലും 100 ആയാലും 1000 ആണെങ്കിലും ഇവിടെ പ്രശ്നമില്ല. ദൈവത്തിന് അറിയാം നിങ്ങൾ എന്താണ് ഇടാൻ പോകുന്നത്. നിങ്ങൾ എന്തോരം വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തുകൊണ്ടാണല്ലോ വരുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ആരും തപ്പിയെടുത്തിട്ട് ചില്ലറ മാറി ഇടുന്നവരാരുമില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നവരാണ്. ഇത് കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നൊരു കൺഫ്യൂഷൻ അവിടെ നമുക്ക് ഉണ്ടാകുന്നുമില്ല. ഞാൻ എത്ര ഇടണമെന്നൊരു ചോദ്യം പിന്നില്ല. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയം വരെ ഞങ്ങളുടെ ഒരു സഹോദരിക്ക് അവർക്ക് ജോലിയില്ലായിരുന്നു. അവർ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് ഹല്ലേലൂയ ഞാൻ ഈ സ്തോത്ര കാഴ്ച എടുത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവം എനിക്കൊരു ഹല്ലേലൂയ ജോലി തരികയാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് ഒരു തീരുമാനത്തോടെ അവർ പ്രാർത്ഥിപ്പാനിടയായി. പ്രാർത്ഥിച്ചു. അവർ സ്തോത്ര കാഴ്ച ഹല്ലേലൂയ ഞങ്ങളെല്ലാം ആമേൻ പറഞ്ഞു സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. അന്ന് വൈകിട്ടോ പിറ്റേ ദിവസമോ അവർക്ക് ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത ഒരു ജോലി ദൈവം അവർക്ക് കൊടുപ്പാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷം വരത്തില്ല, കാരണം നമ്മുടെ ജീവിതത്തിലല്ലല്ലോ നടന്നത്, വല്ലോൻ്റെ ജീവിതത്തിലല്ലേ നടന്നത്, ഇല്ലേ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം വരത്തുള്ളൂ, ഇല്ലേ? എൻ്റെ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചത് ഹല്ലേലൂയ സഭ മുഴുവൻ അറിഞ്ഞതാണ്. ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ അതുപോലെ പോകാവുന്ന അവസ്ഥയിൽ കർത്താവ് ഞങ്ങളെ അവിടെ നിർത്തി. ഹല്ലേലൂയ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം സഹായിച്ചു. കാരണം ഹല്ലേലൂയ ഞങ്ങളുടെ മിടുക്കൊന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാനത് എപ്പോഴും പറയുന്നത്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് ഒരിക്കലും നമ്മളെ കൺഫ്യൂഷൻസ് അതായത് നമ്മുടെ മനസ്സിനകത്ത് ഹല്ലേലൂയ പല ചിന്തകൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ദൈവവുമല്ല. ദൈവം നമുക്ക് സ്ഥിരതയോടെ കാര്യങ്ങൾ പറഞ്ഞൊരു ദൈവമാണ്. നമുക്ക് സ്ഥിരതയോട് ബുദ്ധി ഉപദേശിച്ച ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ നമ്മൾ പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത്, ഇല്ലേ? ഹല്ലേലൂയ സ്ഥിരതയുടെ ആത്മാവ്, ഇല്ലേ? ഹല്ലേലൂയ സ്ഥിരതയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരിക്കലും ഹല്ലേലൂയ ഇതിലെ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടത്തോട്ട് പോടാന്ന് പറയുന്നതല്ല കർത്താവ്, ഇല്ലേ? പല പിള്ളേർ കാണിക്കുന്ന അങ്ങനെയല്ലേ? ഹല്ലേലൂയ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടത്തോട്ട് തിരി ഒറ്റ പോക്ക് പോകും. കുറേ കൂടെ വരുന്നൊരു കൺഫ്യൂഷൻ അവന് എങ്ങോട്ടാണ് പോകുന്നത്, ഇല്ലേ? ഇതൊന്നുമല്ല കർത്താവ്. കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് മാർഗങ്ങളെ പറഞ്ഞു തരും. എതിലേക്കൂടെ നീ പോകണം, ഏത് മാർഗം നീ സ്വീകരിക്കണം, ആരുടെ പിന്നാലെ പോകണം, ഇല്ലേ? ഇതൊക്കെ ശരിയായ വണ്ണം നമ്മളോട് ഉപദേശിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവ് ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ആ സഹോദരിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കർത്താവ് കൊടുത്തു. ഇങ്ങനെ പല പല അനുഭവങ്ങൾ ദൈവം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ദൈവം ഓരോ നിമിഷങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ഹല്ലേലൂയ പറയണമെന്ന് ആഗ്രഹിച്ചു എങ്കിലും പിന്നെ ഇടയ്ക്ക് ചോദിച്ചു വേണ്ടാന്ന് ചോദിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച തുടർ പഠനമായിരുന്നു എൻ്റെ MTH പഠിക്കണം എന്നുള്ളത്. MD ചെയ്യണമെന്ന് പല രീതികളിൽ ഞാൻ ആഗ്രഹിച്ചു. കർത്താവ് ഹല്ലേലൂയ സമയമായപ്പോൾ അതിനുള്ള മാർഗം കർത്താവ് തുറന്നു. ഇപ്പോൾ 1 വർഷം ഹല്ലേലൂയ തീരുവാനിടയായി. ഫസ്റ്റ് ഇയർ എൻ്റെ തീർന്നു. അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തൻ അവസരം നൽകി തരുന്നു. കാരണം ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം അറിയുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ അത് ദൈവസന്നിധിയിൽ നേരുള്ളതെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചു തരും, ഇല്ലേ? ഇല്ല എങ്കിൽ കർത്താവ് അവിടെ സ്റ്റോപ്പ് ഇട്ട് ഇങ്ങനെ പെൻഡിങ് ആക്കി ഓരോ കോമ ഇട്ട് വെച്ചേക്കും. കർത്താവ് ഒരിക്കലും അതിന് ഫുൾ സ്റ്റോപ്പ് എടുത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ തക്ക സമയത്താണ് ദൈവം ചെയ്തു തരുന്നത്. ഹല്ലേലൂയ 10 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച MTH പഠിക്കണമുള്ള ഹല്ലേലൂയ ഇപ്പോൾ കർത്താവ് MTH കൗൺസിലിങ്ങിൽ ഹല്ലേലൂയ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം ഓരോ നാളുകളിലും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അത് 1 നിമിഷമാണെങ്കിലും 1 സെക്കൻഡ് ആണെങ്കിലും 1 മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും അതിനൊരു മറുപടി ദൈവം നൽകിത്തരും. ഈ സ്ത്രീ ഇവിടെ ദരിദ്ര എന്ന് പറഞ്ഞു, ദരിദ്രയായ വിധവ. ഈ ദരിദ്രയായ വിധവ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് താൻ ഇട്ട പൈസ ആരും കാണാതിരിപ്പാൻ അവൾ എന്ത് ചെയ്ത് കാണും? ഇങ്ങനെ മുറുക്കി പിടിച്ച് ഹല്ലേലൂയ ആ ശബ്ദം പോലും ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി അത്ര ഭദ്രമായിട്ടായിരിക്കും ആ ഭണ്ഡാരത്തിനകത്തേക്ക് താൻ ഇടുന്നത്. ജസ്റ്റ് ഹല്ലേലൂയ ആ നമ്മുടെ മനസ്സിലേക്ക് അതൊന്ന് കൊണ്ടുവരണം. വചനം വായിക്കുമ്പോൾ വചനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സന്ദർഭത്തിലേക്ക് നമ്മളൊന്ന് പോകണം, ഇല്ലേ? യേശു കണ്ണുനീർ വാർത്തു, യേശു വലിയ കണ്ണുനീർ വാർത്ത് എന്ന് പറയാനല്ല. യേശു എന്തിനാണ് കണ്ണുനീർ വാർത്തത്, എന്തുകൊണ്ട് യേശു കരഞ്ഞു എന്ന് ചിന്തിക്കണം. യേശു നമ്മുടെയൊക്കെ ഭവനത്തിൽ നമ്മുടെയൊക്കെ വിഷയത്തെ ഓർത്ത് കർത്താവ് കരയുന്നുണ്ട്, ഇല്ലേ? നമ്മൾ കരയുമ്പോൾ നമ്മളോടൊപ്പം കരയുന്നൊരു കർത്താവ്, ഇല്ലേ? ആ ഭവനത്തിൻ്റെ വിഷമം കണ്ടുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുകയാണ്? കരയുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ കരയുന്നുണ്ട്. പിന്നെയും നമ്മൾ എന്ത് ചെയ്യുകയാണ്? കുത്തുകയാണ് കർത്താവിട്ട്. കർത്താവിനെ പിന്നെ നമ്മളിട്ട് കരയിക്കുക, പല വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ ഈ സ്ത്രീയുടെ അവസ്ഥകളെ കർത്താവ് കണ്ട് ആ സ്ത്രീ എന്ത് ചെയ്യണം? കർത്താവ് മാനിക്കുക. ദൈവസന്നിധിയിൽ നമ്മൾ ചെലവിടുന്ന
ഓരോ നിമിഷങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പഴയ നിയമ ഭക്തനായിരിക്കുന്ന എലീശയുടെ അല്ലെങ്കിൽ പ്രവാചകനായിരിക്കുന്ന എലീശയുടെ കാലത്ത് നമുക്കറിയാവുന്നൊരു സംഭവമുണ്ട്. ഒരു സ്ത്രീ തന്നെ കൈക്കൊള്ളുന്നത്, അല്ലേ? ആ സ്ത്രീ 4-ാമത്തെ അധ്യായം 2 രാജാക്കന്മാർ പുസ്തകം 4-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ത്രീ ഈ എലീശയെ കണ്ടിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ഇതാരാണ്? ദൈവപുരുഷൻ, അല്ലേ? ദൈവപുരുഷൻ മിക്കവാറും വഴിയെ പോകുന്നുണ്ട്. അദ്ദേഹം ഇതിലെ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒന്നുണ്ടാക്കി കൊടുക്കണം. തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്. ആ ഭർത്താവ് അത് സ്വീകരിച്ചു, മനസ്സിലാക്കി. ആ ഭർത്താവ് ആ സഹോദരിയുടെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു മുറി ആർക്ക് വേണ്ടിയാ? എലീശയ്ക്ക് വേണ്ടി പണിത് കൊടുക്കുക. ഈ എലീശ വിശ്രമിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തൻ്റെ ശിഷ്യനോട് അല്ലെങ്കിൽ തൻ്റെ സഹായിയോട്, തൻ്റെ കൈക്കാരനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇവർക്ക് എന്താണ് പോരായ്മയുള്ളത്? എപ്പോഴും സ്റ്റെപ്പിനിക്കാണ് മാനേജറേക്കാൾ കൂടുതൽ അറിവുള്ളത്, അല്ലേ? മാനേജർ സ്ട്രെയിറ്റ് കാര്യങ്ങൾ ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കൈക്കാരന് പല കാര്യങ്ങൾ അറിയാം. കാരണം അവൻ അതിലെയൊക്കെ ചുറ്റിയടിച്ച് നടക്കും. ചുറ്റിയടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇവിടെ ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പ്രവാചകൻ തൻ്റെ ശിഷ്യനോ അല്ലെങ്കിൽ തൻ്റെ കൂടെ വരുന്നവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർക്ക് എന്താണ് കുറവുള്ളത്? നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? അവനൊരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? ഇവർക്ക് തലമുറയില്ല, മക്കളില്ല. അപ്പോൾ തലമുറയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ ഒന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഒരു ദൂതോടെ പറയുകയാണ്, അടുത്ത വർഷം ഇതുവഴി പോകുമ്പോൾ സ്ത്രീയെ നീ നിൻ്റെ മകനെ അണച്ചു. ഈ പഴയ നിയമ ഭക്തന്മാർ അല്ലെങ്കിൽ പഴയ നിയമ കാലത്തിലെ ഈ സ്ത്രീകളെല്ലാം അവിശ്വാസികളെ പോലെ പെരുമാറുന്നത്, ഇല്ലേ? ഒരു തരത്തിൽ അബ്രഹാമും സാറായോടും ദൂതൻ വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ വയസ്സ് എന്നവളാണ്. ഇവിടെ ഈ സ്ത്രീയും പറഞ്ഞ എന്താണ്? എനിക്കും പ്രായമായി, എൻ്റെ അച്ചായനും പ്രായമായി, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, ഞങ്ങൾക്ക് സാധ്യമല്ല. പക്ഷെ കർത്താവ് അത് ദൂത് പറഞ്ഞ കർത്താവാണ്, ഇല്ലേ? കർത്താവല്ലേ പറഞ്ഞത്? കർത്താവ് തൻ്റെ പ്രവാചകനിൽ കൂടെ സംസാരിച്ചതല്ലേ? അപ്പോൾ അത് ദൈവം അവിടെ നിവർത്തീകരിച്ച് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടിയാണ് അല്ലെങ്കിൽ കർത്താവിന് ദാസന്മാർക്ക് വേണ്ടിയാണ് ഈ സ്ത്രീ തങ്ങളുടെ ഭവനത്തിൻ്റെ വാതിൽ തുറന്നത്, അല്ലേ? അപ്പോൾ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഭവനത്തിൻ്റെ വാതിൽ തുറക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ചുമൽ കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ ഹല്ലേലൂയ വരുന്നവൻ അത് ആരായിരുന്നാലും ദൈവനാമത്തിലാണ് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ അവന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് നമ്മൾ അവനെ മാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം പ്രവൃത്തി നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടെങ്കിലും ഹല്ലേലൂയ മുറുകെ പിടിച്ച് വെക്കുവാനല്ല, ഹല്ലേലൂയ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് കൊടുക്കണം. അത് സമ്പത്താണെങ്കിലും തലമുറയാണെങ്കിലും സമയമാണെങ്കിലും എന്തായിരുന്നാലും ദൈവവേലയ്ക്ക് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ കൊടുക്കുന്നില്ല, അടുത്തവൻ കൊടുക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഹല്ലേലൂയ അത് അടുത്തവൻ്റെ വീട്ടിലേക്ക് അനുഗ്രഹം പോകും. ഹല്ലേലൂയ. ഞാൻ ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്തോലിക്കൽ തിരുമേനിയുടെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ കേൾക്കുകയാണ്. എന്തോ അച്ഛൻ്റെ പേര് സാമ്പിക്കൽ അച്ഛൻ, അങ്ങനെ കണ്ട അച്ഛൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുക വളരെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും. അപ്പോൾ അവരുടെ തലമുറകൾ പഴയ തലമുറകളാണല്ലോ, 7-8 കുടുംബം ഒരു വീട്ടിൽ ഉണ്ടല്ലോ, മക്കൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവപുരോഹിതൻ ആരോ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് അനുഗ്രഹം കൊടുക്കുവാൻ വേണ്ടി, അനുഗ്രഹം മീൻസ് അവർക്ക് അച്ഛനെ അല്ലെങ്കിൽ കടന്നു വന്ന പുരോഹിതനെ അവർ സ്വീകരിച്ച ഒരു രീതിയെക്കുറിച്ച് അച്ഛൻ പറയുക.
ആ അമ്മച്ചി അവരെ സ്വീകരിച്ചത്, അതായത് ഈ വീട്ടിലെ അച്ഛൻ, ഇദ്ദേഹം അച്ഛനായിരിക്കുമ്പോൾ അമ്മച്ചി എടുത്ത് വന്നിട്ട് ഇദ്ദേഹം വന്ന പുരോഹിതൻ എന്തോ ആഗ്രഹിച്ചു, ചോദിച്ചു. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ആ വന്ന ആൾക്ക് കൊടുത്തുള്ളൂ. അപ്പോൾ പോകാൻ നേരത്ത് ഈ വന്ന പുരോഹിതൻ ആരോ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. സെയിം അപ്പുറത്തെ വീട്ടിലും ഈ വന്ന അദ്ദേഹം പോയി. അദ്ദേഹം ആഗ്രഹിച്ചത് അവിടെ നിന്ന് അവർക്ക് ലഭിച്ചു. അദ്ദേഹത്തിന് ലഭിച്ചത് വളരെ ആഗ്രഹത്തോടെ താൻ പ്രാർത്ഥിച്ച വിഷയത്തിന് തനിക്ക് മറുപടി ലഭിച്ചപ്പോൾ തൻ്റെ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിച്ചു. താൻ കൂടുതലായി പ്രാർത്ഥിച്ചു കാണും. അപ്പോൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഈ അച്ഛൻ പറയുന്നൊരു അനുഭവ സാക്ഷ്യമാണ്, ഈ എൻ്റെ വീട്ടിൽ വന്ന അതേ വ്യക്തിയാണ് അയൽപക്കത്തെ വീട്ടിലും പോയത്. എൻ്റെ അമ്മച്ചി കൊടുത്തതിൻ്റെ അളവിനേക്കാൾ കൂടുതൽ അപ്പുറത്തെ അമ്മച്ചി കൊടുത്തു. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊടുത്ത അളവിനനുസരിച്ച് കർത്താവ് എന്നെ ഒരു സാധാ പുരോഹിതനാക്കി. അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി കൊടുത്ത അളവ് കൂടുതലായതുകൊണ്ട് ആ അമ്മച്ചിയുടെ തലമുറയിൽ ഇന്ന് ഒരു നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഏതോ ഒരു തിരുമേനിയായി മാറി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പല രീതികളിലും പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവനാമത്തിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു അളവുണ്ട് അല്ലേ? ഏറ്റവും കുറഞ്ഞത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും കൂടുതൽ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോട് കൊടുക്കണം അല്ലേ? നമ്മൾ കൊടുക്കുന്നത് അവിടെ അതാണ് കയീൻ്റെയും ഹാബേലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവരുടെ മനസ്സിനെ ദൈവം നോക്കി, അവരുടെ ഹൃദയങ്ങളെ ദൈവം നോക്കി. അപ്പോൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ നമ്മൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം അവിടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഈ സ്ത്രീയുടെ, ഈ എലീശയുടെ സംഭവങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു തലമുറ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ദൈവം അവർക്ക് കൊടുപ്പാടെയായി. അവിടെ കൊണ്ടും തീരുന്നില്ല. ദൈവം ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ആ സ്ത്രീയുടെ ദൈവം ദാനമായി കൊടുത്ത ആ പൈതൽ മരിക്കുവാനിടയായി അല്ലേ? അങ്ങനെയല്ലേ വായിക്കുന്നത്? മരിക്കുവാനിടയായി. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9 ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. വായിക്കേണ്ട, സമയത്തിൻ്റെ വളരെ ചുരുക്കം, വായിക്കേണ്ട കാര്യമില്ല. അവിടെ പിന്നീട് ആ സ്ത്രീ ഒട്ടും ചിന്തിക്കാതെ ഓടുകയാണ്. എങ്ങോട്ട് ഓടുകയാണ്? പ്രവാചകൻ്റെ അരികിലേക്ക് ഓടുകയാണ്. കാരണം ദൈവം ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു ചിന്തയുമില്ലാത്ത ഈ കുടുംബത്തിനകത്തേക്ക് ഒരു അത്ഭുതം ചെയ്തപ്പോൾ ആ അത്ഭുതത്തിൻ്റെ ഉത്തരവാദി ആരാണ്? ദൈവമാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ ലഭിച്ച ഈ കുഞ്ഞ് മരിച്ചപ്പോൾ ഈ കുഞ്ഞ് വീണ്ടും ജീവിക്കണമെന്ന് ഈ സ്ത്രീ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവന്റെ മേൽ അധികാരമാർക്കാണ്? ദൈവം തമ്പുരാനാണ്. ആ ദൈവം തമ്പുരാൻ അവിടെ പ്രവാചകനരികിലേക്ക് ഈ സ്ത്രീയെ ഓടിക്കുന്നു. ഈ സ്ത്രീ ഓടിച്ചെന്നിട്ട് ഈ പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മാറ്റപ്പെട്ടു. ഈ പ്രവാചകൻ തൻ്റെ ശിഷ്യനെ ഗേഹസിയെ വീട്ടുകയാണ്. ഈ സ്ത്രീയോടൊപ്പം വിടുകയാണ്. തൻ്റെ കയ്യിലൊരു വടിയുമായിട്ട് ഈ തൻ്റെ ശിഷ്യൻ പോകുമ്പോൾ ആ വടിയുമായിട്ട് ശിഷ്യൻ പലവിധ പരിപാടികളും ചെന്ന് കാണിച്ചു കാണും ഇല്ലേ? ഒട്ടും ശരിയാകത്തില്ല. ശരിക്കും പറഞ്ഞാൽ ദൈവസഭയിൽ ദൈവദാസൻ ചെയ്യേണ്ട വേല ദൈവദാസൻ തന്നെ ചെയ്യണം ഇല്ലേ? ശിഷ്യൻ, അതായത് വിശ്വാസി ദൈവദാസന്റെ സ്ഥാനത്ത് കയറി നിന്നിട്ട് എത്ര പണിതാലും ദൈവദാസന്റെ ലെവലിലെത്തത്തില്ല ഇല്ലേ? ഇതൊരു ഉദാഹരണമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ, ഞാനും ഈ ഫീൽഡിലായതുകൊണ്ട്, ഈ മിനിസ്ട്രി ഫീൽഡിലായതുകൊണ്ട് ഞങ്ങളും അനുഭവിച്ച പല കാര്യങ്ങളുണ്ട്. ഈ സ്ഥാനത്ത് കയറി നിന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ച പലരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരാം, കൊടുത്തു. പക്ഷേ നിഗളം ഒരിക്കലും നല്ലതല്ല അല്ലേ? നിഗളം ഒരിക്കലും നല്ലതല്ല. ദൈവസഭയിൽ ദൈവദാസൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിശ്വാസിയുടെ സ്ഥാനം. അത് ആരായാലും. എൻ്റെ അപ്പനാണല്ലോ ഇപ്പോഴത്തെ സെക്രട്ടറി, എൻ്റെ അപ്പൻ സെക്രട്ടറി ആണെങ്കിലും ദൈവദാസൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവസഭയിൽ ആരും. കാരണം ഒന്നാമത് ക്രിസ്തു, രണ്ടാമത് സഭയിലെ
ദൈവദാസൻ, ദാസനല്ല ദൈവദാസൻ. ഹല്ലേലൂയ. നമ്മളുടെ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയണം, ഒരിക്കലും ദാസൻ എന്ന് പറയരുത്. അത് മനുഷ്യൻ്റെ ദാസനല്ല, ദൈവത്തിൻ്റെ ദാസനാണ്, അല്ലേ? ദൈവദാസന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുത്തേ മതിയാകും. അത് ഹല്ലേലൂയ. നമ്മളെക്കാളും പ്രായത്തിൽ കുറഞ്ഞവനാണെങ്കിലും പ്രായത്തിന് മൂത്തവനാണെങ്കിലും അത് ആരാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട വില കൊടുത്തേ പറ്റൂ. കാരണം ഞാൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവദാസൻ ഒരു പക്ഷേ പറയത്തില്ല, കാരണം ദൈവദാസൻ ഹല്ലേലൂയ ഈ സഭയുടെ ശുശ്രൂഷകൻ. അപ്പോൾ പറയുന്ന ചില പരിമിതി കാണും. ഞാൻ ഈ സഭയിലെ മെമ്പറാണ്, എനിക്കത് പറയാം. നമ്മൾ ദൈവദാസന് കൊടുക്കേണ്ട വില കൊടുത്തേ മതിയാകും. ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒത്തിരി പ്രായത്തിൽ കുറഞ്ഞവനായിരിക്കാം, നമ്മൾ കൊടുക്കേണ്ട വില കൊടുത്തേ മതിയാകും. നമ്മൾ ബഹുമാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ബഹുമാനത്തോടെയാണ് ഈ സ്ത്രീ ഈ എലീശായെ കണ്ടത്. തനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുത്തു. ഒരു വലിയൊരു ആപത്തിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ മകൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് നിന്ന് ദൈവം ഹല്ലേലൂയ പറഞ്ഞത് പ്രകാരം എലീശ പ്രവാചകൻ ഓടി ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പിഞ്ച് പൈതലിനെ, ഈ മാതാവിൻ്റെ വിശ്വാസം നോക്കണം, ഇല്ലേ? ഈ മാതാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? ആ കുഞ്ഞിനെ എടുത്ത് പ്രവാചകൻ്റെ കട്ടിലിൽ കിടത്തിയിരിക്കുക. ഹല്ലേലൂയ. ഈ പ്രവാചകൻ്റെ കട്ടിലിൽ കിടത്തിയിട്ട് ഈ സ്ത്രീയുടെ ഉള്ളിലൊരു വിശ്വാസം വന്നു കാണും. പ്രവാചകൻ കിടക്കുന്ന കട്ടിലാണ്, പ്രവാചകൻ്റെ ആത്മാവ് ചിലപ്പോൾ ഈ കട്ടിൽ ഉണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കാം. എനിവേ, എന്തായിരുന്നാലും ഹല്ലേലൂയ, ഈ സ്ത്രീ കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടത്തി. പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ കാണുന്ന കാഴ്ച തൻ്റെ കട്ടിലിൽ കിടക്കുന്ന ഒരു ചലനമറ്റ ശരീരം. ഹല്ലേലൂയ. ആ ശരീരത്തിൻ്റെ മുകളിലേക്ക്, ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുകളിലേക്ക് ഈ പ്രവാചകൻ കയറി കിടക്കുന്നു. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചപ്പോൾ ഹല്ലേലൂയ എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. ആ കുഞ്ഞിൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശരീരത്തിലെ ചൂട് ഈ കുഞ്ഞിൻ്റെ മുകളിലേക്ക് പകർന്നു കൊടുക്കുന്നു. ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളെ അവിടെ ചെയ്യുകയാണ്. ദൈവം വലിയൊരു കാര്യം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു. കാരണം എന്താ അറിയോ? ദൈവത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുത്തതാണ്. ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ അവിടെ ചെയ്തു. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇങ്ങനെയാണല്ലോ. യേശു കർത്താവ് ഹല്ലേലൂയ ആ സ്ത്രീയെ അവിടെ എല്ലാവരുടെ മുൻപിൽ മാന്യതയോടെ നിർത്തുകയാണ്. നമ്മൾ ഒരുവനെ തള്ളിക്കളയുമ്പോൾ, മാനുഷികമായ രീതിയിൽ ഒരു നീതിമാനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ ദൈവം ആ വ്യക്തിയെ അവിടെ നിന്ന് ഉയർത്തും. ഹല്ലേലൂയ. നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആ വ്യക്തിയുടെ പേർ വലുതാക്കി കാണിക്കും. ഇവിടെ ഈ സ്ത്രീയെ ഒരുപക്ഷെ സമൂഹം ഒറ്റപ്പെടുത്തിയതായിരിക്കാം. ഈ സ്ത്രീയെ ഒരു പക്ഷം ഹല്ലേലൂയ ഒരു പറ്റം ജനം ഹല്ലേലൂയ നീ ആലയത്തിന് കൊള്ളാത്തവളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതായിരിക്കാം. കാരണം ദരിദ്രയാണ്, 2 വിധവയാണ്. ഈ 2 കാരണത്താൽ ഹല്ലേലൂയ ഇവിടെ മാറ്റിവെച്ച സ്ഥാനത്ത് കർത്താവ് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തി. അത് മാത്രമല്ല, ഇന്ന് ഞാനും നിങ്ങളും എടുക്കുന്ന ഈ പുസ്തകത്തിനകത്ത് ആ സ്ത്രീയുടെ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ഒരുവൻ്റെ ജീവിതത്തെ മാറ്റുന്നത് സെക്കൻഡുകൾ കൊണ്ടാണ്, അല്ലേ? വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ്, അല്ലേ? ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, കർത്താവെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എനിക്ക് തരരുത്. ഞാൻ ഹല്ലേലൂയ ഈ 2025 കയറിയപ്പോൾ, അതായത് 2025 പ്രവേശിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച വിഷയമുണ്ട്. കർത്താവ് എല്ലാവരും ചെയ്യുന്ന ശുശ്രൂഷ ചെയ്ത് പോകുവാൻ എന്നെ കർത്താവ് കാണരുത്. എൻ്റെ ആഗ്രഹം മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരു വിഷയമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പായിട്ട് എനിക്ക് ഒരു പുതിയൊരു വഴി കർത്താവ് ഒരു പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ഒരു അവസരം, കപ്പലിൽ പോയി എന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു അവസരം ദൈവം ഒരുക്കി തന്നു. ആ ഒരു വലിയൊരു സാക്ഷ്യമാണ്. കാരണം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയായിരുന്നു. എപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ്, വ്യത്യസ്തമായ ശുശ്രൂഷ ദൈവം ചെയ്യിക്കണമെന്നുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് തലത്തിൽ നിൽക്കണമെന്നാണ്. ഹല്ലേലൂയ. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് വെറും ഒരു പാസ്റ്ററിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്.
സഭയുടെ ദൈവദാസൻ്റെ ഉത്തരവാദിത്വം മാത്രമല്ല സഭയുടെ വളർച്ച എന്ന് പറയുന്നത്, സഭാവിശ്വാസിയുടെ ഉത്തരവാദിത്വം കൂടെയാണ്. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ, അടയാളങ്ങളെയൊക്കെ ദൈവം ചെയ്തു തരും. സമയം വളരെ മുൻപോട്ട് പോയി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന എന്തായിരുന്നാലും അത് ദൈവം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്ന നന്മയുടെ അളവ് പോലും കർത്താവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് ദൈവത്തിന് കൊടുക്കാൻ ശ്രമിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.